ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എങ്ങനെ അമിതമായ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതിൻ്റെ ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നോട് കുറേ പേര് കമൻസിൽ സജസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഇങ്ങനൊരു വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കറിയുന്ന ടോപ്പിക്കുകൾ മാത്രമാണ് ഞാൻ വീഡിയോ ആയിട്ട് ടിപ്സായിട്ട് പറയുള്ളൂ. ചെയ്യാത്ത കാര്യങ്ങൾ വെറുതെ ടിപ്സായിട്ട് പറയുന്നതിലും അർത്ഥമില്ല. അപ്പോൾ എനിക്ക് പൊതുവേ കുറച്ച് ഓവർ തിങ്കിങ് കൂടുതലുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമൻറ്റ് എനിക്ക് വീഡിയോ ചെയ്യാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിത് പറഞ്ഞ എത്രത്തോളം നന്നാവുമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും കുറേ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്ന ഞാൻ കുറച്ച് ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് അത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആ ടിപ്സ് എന്തൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ആദ്യം മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അമിതമായ ടെൻഷനുണ്ടോ, അമിതമായിട്ട് ആങ്സൈറ്റി ആവുന്നുണ്ടോ, എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ ആവുന്നത്, അതൊന്ന് ആദ്യം നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, എന്താണ് ഞാൻ അങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നതിൻ്റെ റീസൺ? ചിലപ്പോൾ ചെറുപ്പം മുതലേ നമ്മുടെ ക്യാരക്ടറിലുള്ളതായിരിക്കുക അങ്ങനെ ഒരു കാര്യം. എന്നെയൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ദിവസം അത് മാറ്റിയെടുക്കാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് നമ്മുടെ ക്യാരക്ടറിൽ വന്നുപോയി, നമ്മൾ വർഷങ്ങളായിട്ട് അത് ശീലിച്ചു പോയി. പെട്ടെന്ന് നമുക്ക് ഇത്രയും വയസ്സായി കഴിഞ്ഞിട്ട് അത് മാറ്റാമെന്ന് വെച്ചാൽ കുറച്ച് പണി തന്നെയാണ്. ഓക്കെ, എന്നിരുന്നാലും അത് കൺട്രോൾ ചെയ്ത് നിർത്തി ഗ്രാജുവലി അത് മാറ്റിയെടുക്കാൻ, ഈ അമിതമായ ചിന്തകൾ കുറയ്ക്കാനായിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ തന്നെ ആദ്യം മനസ്സിലാക്കുക, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ചെറുപ്പം തൊട്ട് ഇങ്ങനെ ആയിപ്പോയി, പക്ഷേ എനിക്കിത് മാറ്റാനായിട്ട് പറ്റും, എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനൊരു ചിന്ത മനസ്സിലോട്ട് കൊണ്ടുവരിക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുമ്പോൾ ചില സമയത്ത് അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് എൻ്റെ ഈ ഒരു ക്യാരക്ടർ. കാരണം ഞാൻ ഒരുപാട് ചിന്തിക്കുന്നതുകൊണ്ടാണ് എനിക്ക് പല ടൈപ്പ് കണ്ടൻറ്റുകൾ കിട്ടുന്നത്. ഇങ്ങനെ വന്നൊരു ചാനൽ ചെയ്യാമെന്ന് വിചാരിച്ചത്, ഇങ്ങനെ കണ്ടൻറ്റ് ഇടാൻ പറ്റുന്ന ഐഡിയാസ് കിട്ടുന്നത്. നമ്മൾ ഒരുപാട് ഇരുന്ന് ഞാൻ ചിന്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പല പല വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അത് പോസിറ്റീവായ കാര്യങ്ങൾ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എപ്പോഴും നമുക്ക് നല്ലതേ വരുത്തൂ. പക്ഷേ നെഗറ്റീവായ ചിന്തകളിലോട്ട് കൂടുതൽ പോകുമ്പോഴാണ് നമ്മൾ അമിതമായി ചിന്തിച്ച് ടെൻഷൻ അടിച്ച് പിന്നെ അതൊരു ഡിപ്രസ്ഡ് ആയിട്ട് ഒരു മോട്ടിവേഷൻ ഫീൽ ചെയ്യാത്ത ഒരു രീതിയിലേക്ക് ആവണത്. അപ്പോൾ അതിനെന്താ നമ്മൾ വേണ്ടത്? നമ്മുടെ ചിന്തകൾ കൂടുതൽ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കണം. ഒരു കാര്യം ഈ ഓവർ തിങ്കിങ് ചെയ്യുന്നവരുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ, ഒരു ചിന്ത നമ്മുടെ മനസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നല്ല വശം കാണാനല്ല നമുക്ക് തോന്നാം. അയ്യോ, ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നെഗറ്റീവ് സൈഡാണ് നമ്മളെപ്പോഴും ഫോക്കസ് പോവുക നമ്മുടെ. അത് എനിക്ക് ആ ഫീൽ എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ നെഗറ്റീവിലേക്ക് പോകും തോറും നമുക്ക് അത് ആലോചിച്ച് നമ്മൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഉണ്ടായി എന്ത് ചെയ്യും, നമുക്ക് പിന്നെ ഉറക്കം വരില്ല, ഫുൾ ടെൻഷൻ. നമുക്ക് ഏത് കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ മുഴുവൻ ഈ ചിന്ത തന്നെയായിരിക്കും. കുറേ കഴിയുമ്പോൾ നമുക്കൊരു ഇറിറ്റേറ്റഡ് ഫീല് പോലെ തോന്നും. ആകെ ഇതെല്ലാം കൂടി ഒരു, നമുക്ക് പറയില്ല, ദേഷ്യം വരുന്നൊരു ഫീലായി മാറും. ആ ഒരു ദേഷ്യം നമ്മൾ മറ്റുള്ളവരുടെ അടുത്തും കാണിക്കും. അപ്പോൾ അത്രയും ഒരു കാര്യത്തെക്കുറിച്ച് ഫുൾ നെഗറ്റീവ് മാത്രം ചിന്തിക്കാതെ അതിൻ്റെ നല്ല വശങ്ങളും കൂടി കാണാനായിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ഓവർ തിങ്കിങ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ആ നെഗറ്റീവിലോട്ട് നമ്മൾ പോകണമെന്ന് തോന്നുമ്പോൾ അതിൻ്റെ നല്ല സൈഡ് എന്താണ്, നല്ലതായിട്ട് കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നൊന്ന് ചിന്തിക്കാനായിട്ടും കൂടി നമുക്ക് നോക്കാം. ഇനി മൂന്നാമതായിട്ട്, ഇപ്പോൾ ഇങ്ങനെ ഓവർ തിങ്കിങ് വന്നു കഴിയുമ്പോൾ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയണത്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ചിന്തകൾ ഇങ്ങനെ വന്ന് നമുക്ക് ചിന്തിച്ച് ഒരു ലിമിറ്റ് ആവില്ലേ, നമുക്ക് തോന്നുകയാണോ അത് മതിയാവും നമുക്ക് ചിന്തിച്ച്. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് ആവുമ്പോഴേക്കും തന്നെ നമ്മൾ ഇങ്ങനെ ചിന്ത വരുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയണം, നമ്മളോട് തന്നെ പറയുക, സ്റ്റോപ്പ്. ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നൊരു ടെക്നിക്കാണ്. ഞാൻ അങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അടിക്കാൻ തുടങ്ങി ഞാൻ പറയും, സ്റ്റോപ്പ്, നിർത്ത്, ഇനി മതി, ഇത് ആലോചിക്കേണ്ട, ഈ കാര്യം അവിടെ നിൽക്കട്ടെ, ഇനി ആലോചിക്കേണ്ട എന്ന് ഞാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകും. ചിലപ്പോൾ ഞാൻ അടുക്കളയിൽ ചെന്ന് കുറച്ച് പാത്രങ്ങൾ കഴുകി വയ്ക്കും, എന്തെങ്കിലും ഷെൽഫിൽ തുണികൾ വലിച്ച് വാരി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മടക്കി വയ്ക്കും. ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേറൊരു ജോലിയിലോട്ട് എൻ്റെ മൈൻഡിനെ ഞാൻ പെട്ടെന്ന് തന്നെ ഡൈവേർട്ട് ചെയ്യും. കാരണം അല്ലെങ്കിൽ ഞാനിതിങ്ങനെ ചിന്തിച്ച് എൻ്റെ ഒരുപാട് ടൈം അവിടെ അങ്ങനെ വേസ്റ്റായി പോവും. പിന്നെ എനിക്ക് സ്ട്രെസ്സ് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു ബ്രെയിനോട് പറയും, സ്റ്റോപ്പ്, നിർത്ത്. എന്നിട്ട് പോയിട്ട് ഞാൻ വേറെ വല്ല ജോലികൾ ചെയ്യും. ഇനി നാലാമതായിട്ട് ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം, നമ്മൾ പലരും ചെയ്യുന്നൊരു കാര്യമാണ്, മൂഡ് ഓഫ് ആയി കഴിഞ്ഞാൽ ഫോൺ എടുക്കും, എന്തെങ്കിലും ഫോണിലിരുന്ന് കാണും അല്ലേ. അപ്പോൾ ഞാൻ കൂടുതലും ആ സമയത്ത് ഇങ്ങനെ ഓവർ തിങ്കിങ് വരുന്ന സമയത്ത് ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന്, ഞാൻ നല്ല പാട്ടുകൾ ഓൺ ചെയ്ത് വെക്കും. ഫോണിൽ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ ജോലികൾ ചെയ്യും. അപ്പോൾ എൻ്റെ മൈൻഡിൽ ആ ചിന്തയല്ല വരിക, ഞാൻ ആ പാട്ടുകളായിരിക്കും കേൾക്കുക. ആ പാട്ടുകൾ നല്ല ഹാപ്പി ആയിട്ടുള്ള പാട്ടുകൾ വെച്ചിട്ട് കേൾക്കുമ്പോൾ എൻ്റെ മൈൻഡ് അതുപോലെ തന്നെ ഹാപ്പി ആവും. ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല മോട്ടിവേഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും എന്താ പറയുക, ക്ലാസ്സുകളോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ നല്ല കഥകളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കേൾക്കും. കഥയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡ് പെട്ടെന്ന് മാറും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുക. അപ്പോൾ നമുക്ക് ഈ അനാവശ്യമായ ചിന്തകൾ എന്താ പറയുക ചിന്തിക്കണേലും നല്ലത് നല്ല നല്ല കാര്യങ്ങൾ കേട്ടൂടെ. ഇല്ലെങ്കിൽ ഞാൻ നല്ല തമാശയായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്യും, കോമഡി വീഡിയോസ് എന്തെങ്കിലും വെക്കും. അപ്പോൾ എൻ്റെ മൈൻഡ് പെട്ടെന്ന് മാറും. തുടക്കത്തിൽ എനിക്കതൊന്നും കാണാനുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കില്ല, കാരണം ഞാൻ ഓൾറെഡി ഇങ്ങനെ സ്ട്രെസ് അടിച്ചിരിക്കുകയായിരിക്കും. എന്നാലും ഒരു 5 മിനിറ്റ് അത് കേട്ട് കഴിയുമ്പോൾ ഞാൻ പിന്നെ ആ മുൻപ് ചിന്തിച്ച് കൂട്ടിയതൊക്കെ വിട്ടിട്ട് ഈ ഒരു കാര്യത്തിലോട്ട് കൂടുതൽ ഫോക്കസ് ആവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി 5ാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പുറത്ത് ഗാർഡനിലോട്ടൊന്ന് ഇറങ്ങിയിട്ട്, അതായത് ഇങ്ങനെ ചിന്ത വന്നു തുടങ്ങുമ്പോഴേക്കും പുറത്തേക്ക് ഒന്ന് ഇറങ്ങി കുറച്ചൊന്ന് നിരീക്ഷിക്കാൻ തുടങ്ങുക. ഓക്കെ, കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ആ ചെടികളും അവിടെയുള്ള കിളികളും ഒക്കെ എന്തൊക്കെയാണ് കാണണേന്ന് വെച്ചാൽ അതായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറുക. ആ ചിന്തകൾ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ കുറയും. കുറച്ച് നേരം ഇങ്ങനെ നടക്കുക. ഓക്കെ, ഒന്ന് ശ്വാസം വലിച്ചു വിടുക, കിളികളുടെ സൗണ്ടൊക്കെ ഒന്ന് നിരീക്ഷിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മൈൻഡ് പെട്ടെന്ന് നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ പെറ്റിക്കുകയാണ് നമ്മുടെ മനസ്സിനെ. നമ്മുടെ മനസ്സിങ്ങനെ ചിന്തിച്ച് കൂടി നമ്മൾ പെറ്റിച്ചിട്ട് വേറെ കാര്യത്തിലോട്ട് നമ്മൾ തിരിച്ചു വിടുകയാണ്. അത്രയും നമ്മൾ ചെയ്യണമല്ല, വലിയ കാര്യം ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ തിരിച്ചു വിടുക. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ ഒരു എനർജി നമുക്ക് കിട്ടും. ഇനി 6ാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല പാട്ട് വെച്ചിട്ട് ഒന്ന് ഡാൻസ് ചെയ്യുക. ഡാൻസ് അറിയണമെന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് കണ്ണാടി നോക്കിയിട്ട് എന്തെങ്കിലും കളിച്ചാൽ മതി. ഓക്കെ, റൂം അടച്ചിട്ടിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് ഡാൻസ് ചെയ്യുക. അപ്പോൾ ആ പാട്ടൊക്കെ വെച്ചിട്ട് ഒന്ന് മൈൻഡ് മാറ്റാനായിട്ട്, ഈ ചിന്തകൾ മാറാനായിട്ട് കുറച്ച് പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യുക. ഓക്കെ, അത് നമുക്ക് നല്ലൊരു എനർജി, നല്ലൊരു എന്താ പറയുക ഫീല് കിട്ടുന്ന ഒരു കാര്യമാണ്. ഇനി 7ാമതായിട്ട് പടം വരയ്ക്കുക, അല്ലെങ്കിൽ ഡ്രോയിങ്, അല്ലെങ്കിൽ കളറിങ്. ഇതെനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു റെമഡിയാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പേപ്പർ എടുക്കും, ഒരു പെണ്ണെടുക്കും, എന്താ വരയ്ക്കേണ്ടതെന്നൊന്നും ഞാൻ ചിന്തിക്കില്ല. കുറച്ച് ലൈൻസൊക്കെ ആയിരിക്കും ആദ്യം നമ്മൾ വരയ്ക്കുക. കാരണം നമ്മുടെ മൈൻഡ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറേ വരയൊക്കെ വരച്ചിടും. കുറേ കഴിയുമ്പോൾ അത് മനോഹരമായി പൂക്കളൊക്കെ ആയിട്ട് മാറും ഞാൻ വരയ്ക്കുന്നത്. കാരണം അപ്പോഴേക്കും എൻ്റെ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുണ്ടാവും. നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒന്ന് സ്ലോ ആവാനുള്ളൊരു അവസരം നമ്മുടെ മൈൻഡ് നമ്മൾ തന്നെ കൊടുക്കണം. കാരണം നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടുമ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഫുൾ ബോഡിയിൽ തന്നെ ആ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഓവറായിട്ട് തിങ്ക് ചെയ്ത് സ്ട്രെസ് അടിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ബോഡീനെ കാമാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഡ്രോയിങ് അല്ലെങ്കിൽ കളറിങ്. ഇതെനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി 8ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ബുക്ക് എടുത്തിട്ട്, ഒരു ഡയറിയോ എന്താ വെച്ചാൽ ഒരു ബുക്ക് പേപ്പർ എടുത്തിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ അതിലേക്ക് അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എഴുതി പോവുക. ഓക്കെ, കുറേയൊക്കെ ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ നമ്മൾ ആ എഴുതണേലേക്കാവും പിന്നെ നമ്മുടെ ശ്രദ്ധ. ഓക്കെ, അങ്ങനെ ഒന്നുകിൽ മനസ്സിലെ ചിന്തകൾ നമുക്ക് എഴുതി വെക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല വല്ല വാചകങ്ങളോ നല്ല കോട്ട്സോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അങ്ങനത്തെ എന്താ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വാചകം എഴുതി അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടൊരു 10 വട്ടം 20 വട്ടം 50 വട്ടമൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ഓക്കെ, എഴുതി വരുമ്പോൾ നമ്മുടെ ചിന്ത മുഴുവൻ ആ എഴുതുന്നതിലോട്ട് പോകും. നമ്മൾ ചിന്തിച്ച് കൂട്ടിയ കാര്യം മറക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതുന്നത് വഴി നമുക്ക് നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ലൈഫിൽ നമുക്ക് കുറച്ച് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അമിതമായ ചിന്തകൾ പലപ്പോഴും നമുക്ക് വരുന്നത് നമ്മുടെ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ ഇല്ല, ഒരു ചിട്ടയില്ല, ഒരു ഓർഡർ ഇല്ല. എല്ലാ കാര്യവും നമ്മളിങ്ങനെ തോന്നിയ പോലെ ചെയ്തു പോകുന്നു, ഒരു റുട്ടീനും ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കൊരു മോട്ടിവേഷനേ ഇല്ലാണ്ടാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഉഷാറില്ലാണ്ടാകുമ്പോൾ നമ്മൾ അമിതമായിട്ട് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങും. നമ്മളെപ്പോഴും പറയും ഐഡിയൽ മൈൻഡ് ഈസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ്. അതായത് ഒരു കാര്യം ചെയ്യാനില്ലാതെ, ഒരു ആക്റ്റീവ് ഇല്ലാത്തൊരു ആളുടെ മനസ്സെന്ന് പറയുന്നത് പിശാചിൻ്റെ എന്താ പറയുക പണിശാലയ്ക്ക് തുല്യമാണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, പല പല കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്യുക. അങ്ങനെ ബോറടിച്ച് ഇങ്ങനെ ചപ്പട പോലെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്, നമുക്കിങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് അതിനെക്കാട്ടും ഏറ്റവും വലിയൊരു റെമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും നമ്മൾ ഇതൊക്കെ ട്രൈ ചെയ്തിട്ടും നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഓവർ തിങ്കിങ്, ആങ്സൈറ്റി, അല്ലെങ്കിൽ ഒട്ടും മോട്ടിവേഷൻ ഇല്ലാത്ത ഫീല്, ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ബോഡിയിലുള്ള ഇഷ്യൂസ് കാരണമാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഡോക്ടറെ പോയി കാണണം. ഡോക്ടറെ കാണുമ്പോൾ ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റുകൾ പറയും. ആ ടെസ്റ്റുകൾ നോക്കിയാൽ ചിലപ്പോൾ നമ്മുടെ ബ്ലഡ് ലെവൽസ് കുറഞ്ഞിട്ടായിരിക്കും. ഓക്കെ, HB കുറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ വിറ്റാമിൻസിൻ്റെ വില കുറവുകളായിരിക്കാം, എന്തിൻ്റെയും ആവാം, തൈറോയിഡ് ഇഷ്യൂസ്. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് അമിത ചിന്ത, ഇറിറ്റേഷൻ, ആങ്സൈറ്റി, ഡിപ്രസ്ഡ് ഫീലൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്, ഡോക്ടറെ കണ്ട് നമ്മൾ അതിനുള്ള മരുന്നുകൾ കുറച്ച് ചിലപ്പോൾ 1 മാസത്തേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ലെവൽസൊക്കെ പെർഫെക്റ്റ് ആയാൽ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. പലപ്പോഴും ഡോക്ടറെ കാണാൻ നമുക്ക് മടിയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക. ചിലപ്പോൾ നിസ്സാരമായൊരു മരുന്ന് കൊണ്ട്, നമ്മുടെ ഒരു കെയർ കൊണ്ട്
നമുക്ക് ആ ഒരു പ്രോബ്ലം മാറും. ഇല്ലെങ്കിൽ വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മുടെ ആങ്സൈറ്റി കൺട്രോൾ ചെയ്യാൻ, ഓവർ തിങ്കിങ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഞാനത് ട്രൈ ചെയ്യുന്നതാണ്. ഫുള്ളായിട്ട് മാറിയിട്ടില്ലെങ്കിലും ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.